ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമയുടെ കൈകളുണ്ടല്ലോ, പടച്ചവനെ പൊട്ടുകയാ, ചോര വരികയാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമയുടെ കൈകൾ കാണുമ്പോ അലിയാർ തങ്ങൾ കടന്നു വരികയാ. അലിയാർ തങ്ങൾ പറയുകയാ, ഫാത്തിമ ഫാത്തിമ, നീ നിന്റെ പ്രിയപ്പെട്ട പിതാവിനോട് അൽഹംദുലില്ലാഹ് ഒരടിമയെ ചോദിക്കുമോ? സഹായകമാകുമല്ലോ. അൽഹംദുലില്ലാഹ് സന്തോഷമാകുമല്ലോ. ഫാത്തിമ ബീവി അതാ കടന്നു ചെല്ലുകയാ. പടച്ചവനെ റസൂലുള്ളാഹിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ റസൂലുള്ളാഹിയില്ല. റസൂലുള്ളാഹ് പുറത്തേക്ക് പോയിരിക്കുകയാ. ലോകത്തിന്റെ പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമയതാ പടച്ചവനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ആയിഷ ബീവിയോട് പറയുകയാ, റസൂലുള്ളാഹിയോട് പറയുമോ? ഹബീബിനോട് പറയുമോ? റസൂലുള്ളാഹിയോട് പറയുമോ? ആദരവാകുന്ന പ്രവാചകനോട് എനിക്കൊരു യാചകനെ തരാൻ എനിക്കൊന്ന് പറയുമോ? ആ സമയത്തതാ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളുടെ ഭാര്യയാകുന്ന ആയിഷ ബീവിയുണ്ടല്ലോ, ഏൽക്കുകയാ. ഫാത്തിമ ബീവി അതാ വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോ പാതിരാത്രി സമയത്ത് റസൂലുള്ളാഹി അതാ കടന്നു വരികയാ. ആയിഷ ബീവിയുടെ ചാരത്തേക്ക് അതാ കടന്നു വരികയാ. ആയിഷ ബീവിയുടെ ചാരത്തേക്ക് അതാ കടന്നു വരുമ്പോ ആയിഷ ബീവിയുണ്ടല്ലോ റസൂലുള്ളാഹിയോട് പറയുകയാ, യാ റസൂലല്ലാഹ് ഫാത്തിമ കടന്നു വന്നു നബിയേ, ഒരാവശ്യം പറഞ്ഞു നബിയേ. റസൂലുള്ളാഹ് ആയിഷ ബീവിയോട് ചോദിക്കുകയാ, ഫാത്തിമയുടെ ആഗ്രഹമെന്തോ? ഫാത്തിമയുടെ അഭിലാഷമെന്തോ? ഫാത്തിമയുടെ ആവശ്യമെന്താ? റസൂലുള്ളാഹിയോട് ആയിഷ ബീവി അതാ പറയുകയാ, എന്തെന്നറിയോ? ഫാത്തിമയ്ക്കൊരു അടിമയെ കൊടുക്കുമോ? ഫാത്തിമയുടെ കൈകൾ പൊട്ടിയല്ലോ, ഫാത്തിമയ്ക്കൊരു അടിമയെ കൊടുക്കുമോ എന്നതാ ചോദിക്കുമ്പോ മഅദല്ലോ റസൂലുള്ളാഹിയുടെ മുഖമുണ്ടല്ലോ ചുമക്കുകയാ, ദേഷ്യപ്പെടുകയാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങള് പാതിരാത്രിയില് ആയിഷ ബീവിയുടെ ചാരത്ത് നിന്ന് ഇലാ ഹദ്റത്തി ഫാത്തിമ ബീവിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ഫാത്തിമ ബീവിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീവിയോട് സലാം പറയുകയാ. ഫാത്തിമ ബീവി അതാ സലാം അടക്കുകയാ. ഫാത്തിമ ബീവിയുടെ നെറ്റിത്തടത്തിലേക്ക് പ്രിയപ്പെട്ട പിതാവാകുന്ന റസൂലുള്ളാഹി ഉണ്ടല്ലോ ചുംബന കൊടുക്കുകയാ. എന്നിട്ടതാ അലിയാർ തങ്ങളെ വിളിക്കുകയാ. ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാ, ഫാത്തിമ സന്തോഷമാണോ? ആനന്ദമാണോ? ബറക്കത്താണോ? ഫാത്തിമ ബീവി അതാ പറയുകയാ, അൽഹംദുലില്ലാഹ് സന്തോഷമാ, ആനന്ദമാ, ബറക്കത്താ, ജീവിതത്തിൽ ഖൈറാണ് വാപ്പാ. ലോകത്തിന്റെ പ്രവാചകനതാ ചോദിക്കുകയാ, ഫാത്തിമ നിനക്ക് അടിമയെ വേണോ? അടിമയെ വേണോ? അടിമയെ വേണോ? ഫാത്തിമ ബീവി അതാ പറയുകയാ, വേണം നബിയേ, ലഭിച്ചാൽ സഹായകമാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുമ്പോ അല്ലാഹുവേ, ഫാത്തിമ ബീവി അതാ പറയുമ്പോ റസൂലുള്ളാഹി ഉണ്ടല്ലോ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാ, ഫാത്തിമ ഇല്ല ഫാത്തിമ, ആർക്ക് ഞാൻ അടിമയെ കൊടുത്താൽ, ആരെ ഞാൻ സഹായിച്ചാൽ ഫാത്തിമ നിനക്ക് ഞാൻ അടിമയെ തരൂല. ഫാത്തിമ ബീവിയോട് പറയുകയാ, മോളെ കരയല്ലേ, നീ നിന്റെ ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ ഫാത്തിമ നിനക്കതാ സ്വർഗം ലഭിക്കുന്നതാ. എന്നിട്ടാ ഫാത്തിമ ബീവിയോട് പറയുകയാ, ഫാത്തിമ ജന്നാത്തുൽ ഫിർദൗസ് വേണോ? ജന്നാത്തുൽ ഫിർദൗസ് വേണോ? ആ ജന്നാത്തുൽ ഫിർദൗസിൽ ഭർത്താവിനെ സ്വന്തമായി കൂട്ടുകൂടണോ? അതിനുള്ള മാർഗമേതാ? ഫാത്തിമ ബീവി അതാ ചോദിക്കുകയാ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എനിക്കൊന്ന് അറിയിച്ചു തരുമോ? റസൂലുള്ളാഹി പറയുകയാ,
ഈ പറയുന്ന ദിക്റുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, അൽഹംദുലില്ലാഹ്, ഭാര്യയും ഭർത്താവും എന്റെ പ്രിയമുള്ളവര് ജന്നാത്തുൽ ഫിർദൗസിലുണ്ടല്ലോ, ഒരുമിച്ച് കടക്കുന്നതാ. റസൂലുള്ളാഹ് പറയുകയാ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ പറയുന്ന ദിക്റുകളുണ്ടല്ലോ 3 തവണയതാ, 33 തവണയതാ. ആരെങ്കിലും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ കിടക്കപ്പായിൽ ഇരുന്നു കൊണ്ട് 33 തവണയുണ്ടല്ലോ ഈ പറയുന്ന ദിക്റിന്റെ പ്രിയമുള്ളവരെ ചൊല്ലിക്കഴിഞ്ഞാൽ, അൽഹംദുലില്ലാഹ്, ജന്നാത്തുൽ ഫിർദൗസിൽ ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ കടക്കുന്നതോ. പടച്ചവനെ, നിറഞ്ഞിരിക്കുന്ന പാവങ്ങൾക്ക് അതിനുള്ള സൗഭാഗ്യങ്ങൾ കൊടുക്കടേ അല്ലാഹ്, റാഹത്തിലാക്കടേ അല്ലാഹ്, കബൂലാക്കടേ അല്ലാഹ്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഭാര്യക്കും ഭർത്താവിനും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ 3 ദിക്ർ ചൊല്ലണം കിടക്കപ്പായിൽ ഇരുന്ന് 33 തവണ. 1 സുബ്ഹാനല്ലാഹ്, 2 അൽഹംദുലില്ലാഹ്, 3 അല്ലാഹു അക്ബർ എന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എണ്ണം മറക്കണ്ട, 33 തവണ ഭാര്യയും ഭർത്താവും കിടക്കപ്പായിൽ ഇരുന്നു കൊണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇത് ചൊല്ലുന്നവരാരാ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ എന്റെ പ്രിയപ്പെട്ടവരെ കടക്കാൻ കഴിയും, ഒരുമിച്ച് കടക്കാൻ കഴിയും. അല്ലാഹുവേ, അതിനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്, അതിനുള്ള ആഫിയത്ത് നൽകണേ അല്ലാഹ്, അതിനുള്ള മാർഗങ്ങൾ നൽകണേ അല്ലാഹ്, അതിനുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ചൊല്ലൂലേ? ചൊല്ലിയാൽ നിങ്ങൾക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാം, ചൊല്ലിയില്ലെങ്കിൽ കടക്കാൻ കഴിയില്ല. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. അപ്പോൾ 1 നന്മകൾ ചെയ്യുന്നവരാരാ അവർക്ക് നാളെ എന്റെ പ്രിയപ്പെട്ടവരെ ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാൻ കഴിയും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ബക്കറ്റ് വിരിവ് ഉണ്ടോ? ബക്കറ്റ് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലൂടെ വരും. ഞാൻ പറഞ്ഞു, നന്മകൾ ചെയ്യുന്നവരാരാ 1 രൂപയെങ്കിലും അൽഹംദുലില്ലാഹ് നമ്മുടെ ദർസുകൾക്കും പള്ളികൾക്കും അൽഹംദുലില്ലാഹ് പരിപാടികൾക്കും വഅലുകൾക്കും വേണ്ടി കൊടുക്കുന്നവരാരാ എഴുതി വെച്ചോ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവർ അൽഹംദുലില്ലാഹ് ജന്നാത്തുൽ ഫിർദൗസില. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ആ സമയത്ത് കൊടുക്കാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക, അൽഹംദുലില്ലാഹ് റാഹത്തോടെ നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഖ്യ എന്ത് ഇട്ട് കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബക്കറ്റ് ഇല്ലേ? ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല. തുടങ്ങിക്കോ ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റ് വരും. എല്ലാവരും എന്ത് ചെയ്യുക, കൊടുക്കാൻ പറ്റുന്ന ഒരു സംഖ്യ കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പെണ്ണുങ്ങളുടെ ഭാഗത്താരാ ഉസ്താദ്? വോളണ്ടിയർമാരാരാ? വോളണ്ടിയർമാരാരാ? അവിടെ ഉണ്ട്, ആളുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിലും ബക്കറ്റ് വരും. അപ്പൊ എന്ത് ചെയ്യുക, ആവേശത്തോടെ എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വതക്ക കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്ന 1ാമത്തെ വിഭാഗമാരാ? ആരാ? നബി തങ്ങൾ പറയുന്നു, നന്മകൾ ചെയ്യുന്നവരാ, അത് അധികരിപ്പിക്കുന്നവരാ. അല്ലാഹുവേ, അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്. 2 ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, സഹാബാ അൽഹംദുലില്ലാഹ് ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്ന 2ാമത്തെ വിഭാഗമുണ്ടല്ലോ. ആരെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, വയദഊനനാ റഅബൻ വറഅബാ. ആരെങ്കിലും ഒരാൾ പടച്ചവനിലേക്ക് പ്രതീക്ഷ വെക്കുന്നവരാരാ? അല്ലാഹുവോട് പ്രതീക്ഷ വെക്കുന്നവരോരോ, അല്ലാഹുവോട് ദുആ ചെയ്യുന്നവരോരോ അൽഹംദുലില്ലാഹ് അവർക്കാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, കടങ്ങൾ വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ, വേദനകൾ വരുമ്പോ, നൊമ്പരങ്ങൾ വരുമ്പോ, യാതനകൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, രോഗങ്ങൾ വരുമ്പോ, മഅദല്ലാഹ്
കരയണമെന്നോ? കരയാൻ പാടില്ല. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ആരെങ്കിലും ഒരാൾ പടച്ചവനിലേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ? വയദുഊനനാ റഅബൻ വറഅബാ, അവരതാ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്നതാ. ഇബ്രാഹിം നബി അതാ നമ്രൂദ് എന്ന് പറയുന്ന രാജാവ് തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയോ ഇബ്രാഹിം നബിയെ കത്തിക്കാനായിട്ട് തയ്യാറാക്കിയ തീ കുണ്ടാരമുണ്ടല്ലോ, അതിന്റെ മുകളിലൂടെ ഒരു പറവകഥ പറന്നുപോയാൽ അതുപോലെ കത്തിക്കരിഞ്ഞ് താഴത്തേക്ക് വീഴുമെന്ന് പറയുമ്പോ ഇബ്രാഹിം നബി അതാ നമ്രൂദ് എന്ന് പറയുന്ന രാജാവുണ്ടല്ലോ, ഒരമ്പിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കേറ്റുകയാ. എന്നിട്ടതാ തീ കുണ്ടാരത്തിലേക്ക് അമ്പയുകയാ. ഇബ്രാഹിം നബി എന്റെ പ്രിയമുള്ളവരെ നമ്രൂദ് എന്ന് പറയുന്ന രാജാവിന്റെ തീ കുണ്ടാരത്തിലേക്ക് വീഴുകയോ. എല്ലാവരും അതാ സന്തോഷിക്കുകയാ. ഇബ്രാഹിം ഉണ്ടല്ലോ തീ കുണ്ടാരത്തിനകത്ത് കിടന്നുകൊണ്ട് കരയുകയാണല്ലോ. ഇബ്രാഹിം അതാ കരഞ്ഞുകൊണ്ട് ചാമ്പലാകുമല്ലോ. ആ സമയത്തതാ ജിബ്രീൽ എന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നുകൊണ്ട് പടച്ചവനെ ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാ, ഈ തീ കുണ്ടാരമുണ്ടല്ലോ തണുപ്പാക്കട്ടെ. ആ സമയത്തതാ ഇബ്രാഹിം നബി പറയുകയോ, വേണ്ടോ, എനിക്ക് അള്ളയുണ്ടല്ലോ, എനിക്ക് എന്റെ റബ്ബുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവോട് ദുആ ചെയ്തെന്ന് പറയുമ്പോ യൂനുസ് നബി എന്റെ പ്രിയമുള്ളവരെ ഒരു മത്സ്യത്തിന്റെ വയറ്റിലേക്ക് കടന്നു ചെല്ലുമ്പോ യൂനുസ് നബി അതോ രക്ഷപ്പെടാൻ മാർഗമേതാ പടച്ചവനോട് ദുആ ചെയ്തെന്ന് എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവേ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്ന രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ, ആരെന്നറിയോ? വയദുഊനനാ റഅബൻ വറഅബാ, അവരാണ് സ്വർഗത്തിൽ കടക്കുന്നത്. അള്ളാഹുവോട് ദുആ ചെയ്യുന്നവരാരാ? അള്ളാഹുവോട് ദുആ ചെയ്യുമ്പോ പടച്ചവനിലേക്ക് പ്രതീക്ഷ വെക്കുന്നവരാരാ? മോളെ ദഖലൽ ജന്നാ, അവരതോ സ്വർഗത്തിലേക്ക് കടക്കുന്നതോ. നാദാ അതിനുള്ള സൗഭാഗ്യങ്ങള് തരണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ആരെങ്കിലും ഒരാൾ ദുആ ചെയ്യുമ്പോ അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ? അല്ലെ? ഇപ്പോ നിങ്ങളും ഞാനുമെല്ലാം ദുആ ചെയ്യുന്നവരാ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യുമ്പോ അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ, നിന്റെ പ്രീതി ലഭിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ദുആ ചെയ്യുന്നത് റബ്ബേ, നീ അല്ലാതെ വേറെ ഒരാളുമില്ല റബ്ബേ, ഞങ്ങളുടെ ദുആ കേൾക്കാനെന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? കുറവ. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ സ്നേഹത്തിൽ പറയാ, ഇപ്പോ പണ്ടൊക്കെ പല ചെറുപ്പക്കാരും പറയുന്ന ഒരു പരാതി ഉണ്ട്, ഉസ്താദേ ഞങ്ങളുടെ ഭാര്യമാരും മഗ്രിബ് കഴിഞ്ഞാല് സീരിയലിന് അഡിക്റ്റാ, അല്ലെ? സീരിയലിന് അഡിക്റ്റാന്ന് പറയുന്നവരുണ്ട്. ഇന്ന് നേരെ തിരിച്ച എന്താണെന്നറിയോ? ഇന്ന് ചില ഉസ്താദന്മാർ ഓൺലൈൻ മജ്ലിസ്, ഞാൻ ഉള്ള പറയട്ടെ, ചില ഉമ്മമാര് ഓൺലൈൻ മജ്ലിസിൽ ഇരുന്നിട്ട് അതിൽ അഡിക്റ്റായി പോണ ചില ഉമ്മമാരുണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാം വേണം, പക്ഷേ എല്ലാം അമിതമായി കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്. എന്നോടൊരു പാവപ്പെട്ട സഹോദരൻ പറഞ്ഞ, ഉസ്താദേ പണ്ടൊക്കെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്ക് ഉസ്താദേ ചായ തന്നിരുന്നു. ഞാൻ സുബഹിക്ക് പള്ളിയിൽ പോയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്ക് ഉസ്താദേ ചായ തന്നിരുന്നു. ഇന്ന് സുബഹിക്ക് ഞാൻ പള്ളിയിൽ പോയിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടണമെങ്കിൽ 8 മണി 8:30 ഉസ്താദേ. ഞാൻ ചോദിച്ചു, അതെന്തേ? എൻ്റെ ഭാര്യ ദിക്ർ ചൊല്ലി തീരണമെങ്കിൽ 8 മണി 8:30 കാരണം എന്തേ? ഓരോ ലൈവ് ഇങ്ങനെ സുബഹി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഉസ്താദ്മാർ തുടങ്ങും, അതിലിങ്ങനെ അഡിക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണ ചില താത്തമാരുണ്ട്. അല്ലാഹു, ഉസ്താദിന്റെ ചുണ്ട് കൊള്ളാലോ, ഉസ്താദിന്റെ കണ്ണ് കൊള്ളാലോ, ഉസ്താദിന്റെ മൂക്ക് കൊള്ളാലോ. ഉസ്താദ് ഇങ്ങനെ ലൈവിലൂടെ ചോദിക്കുക, ഏത് കറിയെന്ന് വീട്ടിൽ വെച്ചെന്ന് ചോദിക്കുമ്പോൾ ഉളുപ്പില്ലാതെ നാണമില്ലാതെ മത്തിക്കറിയാം മീൻ കറിയാണെന്ന് ലൈവിലൂടെ എഴുതി വിടുന്ന ചില താത്തമാർ. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. എല്ലാം വേണം, പക്ഷെ അത് അമിതമായാൽ അത് വിഷം തന്നെയാണ്, അത് പ്രയാസം തന്നെയാണ്. ഈ ചില നമ്മൾ ഈ
KSRTC ബസ്സിലൊക്കെ പോകുമ്പോൾ കാണാൻ കഴിയും. ചില ആളുകളുണ്ട് ഭയങ്കര ഒച്ചയിൽ ഹെഡ്സെറ്റ് ഉപയോഗിക്കാതെ വയത് കേൾക്കണത് അല്ലേ, ഭയങ്കര തക്കുവേ. KSRTC ബസ്സിൽ കയറിയ ചില ഉമ്മമാർക്ക് ഭയങ്കര തക്കുവേ. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഉമ്മ KSRTC ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു 2 വർഷം മുമ്പ് ഓൺലൈൻ മജ്‌ലിസ് ഒക്കെ തുടങ്ങിയ സമയങ്ങളാണ്. ഒരു ഉമ്മ KSRTC ബസ്സിന്റെ മുൻപിൽ ഇരുന്നിട്ട് ഒരു ദിക്ർ ദുആ മജ്‌ലിസ് ഇങ്ങനെ ഹെഡ്സെറ്റ് ഇല്ലാതെ ഒച്ചയിൽ വെച്ചിരിക്കുക. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കാം. ഉമ്മ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് പൊട്ടത്തരം അതൊക്കെ. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. നിനക്ക് കേൾക്കണമെങ്കിൽ നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് കേട്ടോണം അല്ലേ. നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ചില ചെറുപ്പക്കാരുണ്ട്, ചില ഉമ്മമാരുണ്ട്, വയത് വെക്കണത് ഹെഡ്സെറ്റ് ഇല്ല, ഭയങ്കര ഒച്ചയിലാണ് വെക്കണത്. പാട്ട് കേൾക്കും, അത് ഭയങ്കര ഒച്ചയിലാണ് വെക്കണം. പാടില്ല. ഒരാൾക്കും എൻ്റെ പ്രിയപ്പെട്ടവർ ഉപദ്രവം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ AC കമ്പാർട്ട്മെന്റിലൊക്കെ അങ്ങനെ ആരെങ്കിലും ഒച്ചയിൽ പാട്ടിട്ടാല്, ഒച്ചയിൽ സംസാരിച്ചാല്, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടാക്കിയാല് നമ്മളത് RPF പരാതി കൊടുത്താൽ അത് കേസെടുക്കാമെന്നുള്ള നിയമമാണ്. നല്ലതാ. നമ്മളൊക്കെ രാത്രി ട്രെയിനിൽ വരുന്ന സമയത്ത് പടച്ചവനെ ചില ആളുകളുണ്ട് ഭയങ്കര സംസാരം, മറ്റുള്ളവർ ഉറങ്ങുന്നൊന്നും ചില ആളുകൾ നോക്കൂല. അതുകൊണ്ട് ഞാൻ പറയാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ഉസ്താദന്മാരൊക്കെ ഓൺലൈനിലൊക്കെ ഇരുന്ന് ദുആ ചെയ്യും. നമുക്ക് ഈ ഓഫ്ലൈൻ മജ്‌ലിസിൽ തന്നെ ദുആ ചെയ്യുമ്പോൾ തഖ്വ വരുന്നത്, ഇഖ്ലാസ് വരുന്നത് കുറവാ. പിന്നല്ലേ ഓൺലൈൻ മജ്‌ലിസ്. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന വാപ്പമാരോട് പറയാ, ഓൺലൈൻ മജ്‌ലിസിലൊക്കെ നമ്മുടെ ഭാര്യമാര് അമിതമായിട്ട് ഇരിക്കണമെങ്കിൽ നെറ്റ് അങ്ങോട്ട് കട്ട് ചെയ്ത് വിടുക. അതന്നെ നല്ലത്. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ എത്ര ദിക്ർ ചൊല്ലിയിട്ടും കാര്യമില്ല, സ്വർഗവും ഒന്നും കിട്ടൂല. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഏത് മജ്‌ലിസിൽ ഇരുന്നാലും എൻ്റെ പ്രിയപ്പെട്ടവർ, അതിന് അല്ലാഹു പടച്ച തമ്പുരാൻ തൃപ്തിയും പൊരുത്തവും കരുണയും ഒന്നും നൽകില്ല. അവർക്ക് വേണ്ടതെല്ലാം, അവർക്ക് വേണ്ട ഖിദ്മത്തുകളെല്ലാം നമ്മൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ചെയ്തു കൊടുക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതാ പറയണേ, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്യുമ്പോ അല്ലാഹുവേ നിന്നിൽ മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ അല്ലേ. ഇപ്പൊ ഇവിടെ കടങ്ങളുള്ളവരുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്, യാതനകളുള്ളവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയാ, ഇപ്പൊ ഈ മുടവന്തേരി എന്ന് പറയുന്ന പ്രദേശത്ത് 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത പാവപ്പെട്ടവൻ നമ്മുടെ ഈ മുടവന്തേരിയിൽ ഉണ്ടാകും അല്ലെ. വാടകയ്ക്ക് താമസിക്കുന്ന പാവപ്പെട്ടവൻ ഉണ്ടാകും. ഇവര് ദുആ ചെയ്യുമ്പോൾ എങ്ങനെ ദുആ ചെയ്യുന്ന അല്ലാഹുവിനോട്, അല്ലാഹുവേ എനിക്കൊരു 5 സെന്റ് ഭൂമി നീ തരണേ അല്ലാ. അല്ലെ, വീടില്ലാത്തവർ ദുആ ചെയ്യുമ്പോൾ എപ്പോഴും ദ്വാരക്കണം എന്താ, അല്ലാഹുവേ എനിക്കൊരു 5 സെന്റ് ഭൂമി നീ തരണേ അല്ലാ. എന്തേ ആ ചങ്ങാതിക്ക് 1 ഏക്കർ ചോദിച്ചൂടെ? അല്ലാഹു കൊടുക്കൂലേ? 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്തവൻ അള്ളാഹിനോട് ചോദിക്കും, അല്ലാഹുവേ എനിക്കൊരു 5 സെന്റ് ഭൂമി തരണേ അല്ലാ. അവൻ അങ്ങനെ ദുആ ചെയ്യണ്ടേ? അല്ല, അവൻ ദുആ ചെയ്യണം, റബ്ബേ അല്ലാഹുവേ പാറക്കടവിലെ ആ 1 ഏക്കർ സ്ഥലം നീ എനിക്ക് തരണേ അല്ലാ. അല്ലാഹു കൊടുത്തൂടെ? കാരണം അള്ളാന്റെ ഖജനാവ് ഫെഡറൽ ബാങ്ക് അല്ല, അള്ളാന്റെ ഖജനാവ് SBI അല്ല, അള്ളാന്റെ ഖജനാവ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ലിമിറ്റ് വെച്ച് അല്ലാഹു കൊടുക്കില്ല. ചോദിച്ചാൽ അല്ലാഹു എത്രയും കൊടുക്കും അല്ലെ. ചില ആളുകൾ പറയും, ഉസ്താദേ അപ്പുറത്തെ സലീമിച്ച ഇന്നോവ മേടിച്ചു റബ്ബേ. അപ്പൊ അള്ളാഹിനോട് കരഞ്ഞിട്ട് ദുആ ചെയ്യ, അല്ലാഹുവേ എനിക്കൊരു നാനോ കാറെങ്കിലും തരണേ അല്ലാ. എന്താ അല്ലാഹു എനിക്കൊരു നാനോ കാറെങ്കിലും തരണേ അല്ലാ. നിനക്കെന്താ റബ്ബിനോട് ബെൻസ് ചോദിച്ചാൽ റബ്ബ് തരില്ലേ? റബ്ബിന് ഇന്നോവയുടെ ഷോറൂം മാത്രമല്ല ഉള്ളത്, അള്ളാഹ്ക്ക് എല്ലാം ഉണ്ട്. അതുകൊണ്ട് പറയാ, റബ്ബിലേക്ക് പ്രതീക്ഷ വെച്ച് ദുആ ചെയ്യുന്നവരാരാ അവരെന്റെ പ്രിയപ്പെട്ടവരെ ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോ മിക്ക ആളുകളും പറയുന്നൊരു പരാതി, ഉസ്താദേ മക്കളില്ല അല്ലേ. മിക്ക ആളുകളും പറയുന്നതാ, ഉസ്താദേ മക്കളില്ല. അത് വല്ലാത്ത പ്രതിസന്ധിയാ മോനെ. അതരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങള് ഒരു ദുആ പറയുന്നുണ്ട്. ഈ ദുആ ആരാണോ ചൊല്ലുന്നത്, അല്ലാഹു പടച്ച തമ്പുരാൻ അവനിക്ക് അല്ലാഹു സ്വാലിഹും സ്വാലിഹത്തുമായ മക്കളെ നൽകും. ഞാൻ ചോദിക്കട്ടെ, നല്ല മക്കളെ വേണമെങ്കിൽ നല്ല ഉമ്മ ഉണ്ടായിരിക്കണം. നല്ല ഉമ്മയുടെയും നല്ല വാപ്പയുടെയും ജീവിതത്തിൽ മാത്രമേ ആരുണ്ടാകാറുള്ളൂ, നല്ല മക്കളുണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, നല്ല ഭാര്യമാരെ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പ. ആരെങ്കിലും ഉണ്ടോ? ആരില്ല. നല്ല ഭാര്യമാരെ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പ. ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ഉസ്താദേ തലയൊക്കെ തടവിയിട്ട് വേണം ഉസ്താദേ. അറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് എന്നിട്ട് ചോദിച്ചു, നല്ല ഭാര്യമാരെ വേണ്ടവർ കൈവക്കാൻ. 80% കെട്ടിയവരാ പൊക്കിയത്. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. ഇപ്പൊ ഞാൻ പറയാ, നല്ല ഭാര്യമാര് ഭർത്താവിനെ വേണ്ടവർ ഏത് ദുആ ചെയ്യണ്ടേ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ ദുആ ആരാണോ ചൊല്ലുന്നത് അവന്റെ കുടുംബ ജീവിതത്തിലും മക്കളിലും അല്ലാഹു ബറക്കത്ത് നൽകും അല്ലേ. ഇപ്പോ നമ്മളൊരു കല്യാണം കഴിച്ച് അൽഹംദുലില്ലാ ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ ഈ മുടവന്തേരിയുടെ പരിസരത്തൂടെ പോകുമ്പോൾ ചില ആളുകൾ വന്നിട്ട് ചോദിക്കും, എടാ വിശേഷമൊന്നും ആയില്ലേ?
നിന്റെ ഭാര്യയ്ക്ക് വിഷയം അല്ലെ? ചില ആളുകളുടെ വിചാരം ഇത് നെസ്റ്റോന്ന് ലുലുമാളിന്ന് മേടിക്കണ സാധനം ഗർഭമെന്ന ചില ആളുകളുടെ വിചാരം. ഒരിക്കലും അല്ല. അള്ളാഹു തരുന്നവർക്ക് അത് ലഭിക്കൂ. ഉമ്മയാകുക എന്ന് പറയുന്നത് ഒരു സഹോദരിയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഉമ്മയാകുക. ഇപ്പോ നമ്മുടെ ഈ പാറക്കടവില് അല്ലെങ്കിൽ ഈ മുടവന്തേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഹോദരി സിറ്റൗട്ടിലിരിക്കുക, കല്യാണം കഴിഞ്ഞ് 5 കൊല്ലമായി, മക്കളൊന്നും ഇല്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ പാറക്കടവിന്റെ ഈ മുടവന്തേരിയുടെ പരിസരത്തിലൂടെ ആ സഹോദരിയുടെ മുമ്പിലൂടെ ഒരു നിറവയറായിട്ടൊരു സഹോദരി കടന്നു പോയാൽ താങ്ങാൻ കഴിയില്ല ആ സഹോദരിക്ക്. കാരണം എന്തേ? ഉമ്മയാകുക അതെല്ലാവരുടെ ആഗ്രഹമാണ്. പക്ഷെ ചില ആളുകളുണ്ട് അതിനുവേണ്ടി ശ്രമിക്കൂല, അബോർഷൻ ചെയ്ത് കളയുന്ന ചില ആളുകളുണ്ട്. എന്താണ്? കുട്ടികൾ ഇപ്പം വേണ്ട ഉസ്താദ്. ഇപ്പൊ ഞാൻ ഒരു സഹോദരനോട് ചോദിച്ചു, എടാ കല്യാണം കഴിഞ്ഞു ഉസ്താദെ, എത്ര കൊല്ലമായി? 3 കൊല്ലമായി ഉസ്താദെ. ഞാൻ ചോദിച്ചു മക്കൾ എത്ര പേരാ? മക്കളായിട്ടില്ല ഉസ്താദെ. ഞാൻ ചോദിച്ചു അതെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ? അതല്ല ഉസ്താദെ, ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല ഉസ്താദെ. എന്താ പറഞ്ഞേ? ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല ഉസ്താദെ. ഞാൻ ചോദിച്ചു അതെന്താ? സാമ്പത്തിക ഞെരുക്കം ഉസ്താദെ. എന്താ പറഞ്ഞേ? സാമ്പത്തിക ഞെരുക്കം. പടച്ചവനെ, അവന്റെ 1 വയസ്സുള്ള കുട്ടി ലുലുമാളിലെ പാലല്ലേ കുടിക്കാൻ പോണേ. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. സാമ്പത്തിക ഞെരുക്കം ഉസ്താദെ. ചില ചെറുപ്പക്കാർ പറയണതാ. ചില സഹോദരിമാരുണ്ട് ജോലിയുണ്ട് ഉസ്താദെ, അതുകൊണ്ട് കുട്ടിയെ നോക്കാൻ ബുദ്ധിമുട്ടാ ഉസ്താദെ. മോളെ, അള്ളാഹ് തരുമ്പോ വാങ്ങിച്ചോ, പിന്നെ അള്ളാഹു തരണമെന്നില്ല. അള്ളാഹു തരുമ്പോ മേടിച്ചോണം, പിന്നെ അള്ളാഹു തരണമെന്നില്ല. അതുകൊണ്ട് പറയാ, അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെച്ച് ദുആ ചെയ്യുന്നവരാരാ അവനിക്ക് അള്ളാഹു പടച്ച തമ്പുരാൻ ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കുമെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ചെറിയൊരു ചുമ വന്നു, നമ്മൾ കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വടകരയുള്ള ഏതൊരു ആശുപത്രി കാണിച്ചപ്പോ ക്യാൻസർ ആണെന്ന് വിധി എഴുതി. ആ സമയത്ത് തന്നെ ബോക്സും തൂക്കിയിട്ട് ബക്കറ്റും തൂക്കിയിട്ട് പള്ളിയുടെ മുമ്പിൽ വന്ന് പിരിക്കാനല്ല നിൽക്കേണ്ടത്. ക്യാൻസർ ആണെന്നറിഞ്ഞാൽ, രോഗമാണെന്നറിഞ്ഞാൽ, മരിക്കാനായെന്നറിഞ്ഞാൽ നമ്മുടെ പാറക്കടവ് മുടവന്തേരിയുടെ പള്ളിയുടെ അകത്തേക്ക് നമ്മൾ കടന്നു വരണം. എന്നിട്ട് ഖുർആൻ എടുക്കണം, ഊതണം, 2 റക്അത്ത് നിസ്കരിക്കണം. എന്നിട്ട് പടച്ചവനോട് കരഞ്ഞിട്ട് പറയണം, അല്ലാ എനിക്ക് നീയല്ലാതെ വേറെ ആരുമില്ല റബ്ബേ. പടച്ചവനെ, എന്റെ വീട് ജപ്തി ചെയ്യുകയാ റബ്ബേ, എന്റെ നിവർത്തി കേടുകൊണ്ട് ഞാൻ ലോൺ എടുത്തു പോയി റബ്ബേ, എനിക്ക് നീ പുറത്തു നൽകണേ റബ്ബേ. എനിക്ക് മക്കളില്ല റബ്ബേ, എന്റെ കല്യാണം ശരിയാകുന്നില്ല റബ്ബേ, നിന്നിൽ മാത്രമാണ് റബ്ബേ എനിക്ക് പ്രതീക്ഷ, നീ എനിക്ക് ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ചങ്ങാതിയതാ ഏത് സഹോദരിയാ? എഴുതി വെച്ചോ മോളെ. നിങ്ങൾ പറയാറുണ്ട് ഉസ്താദേ എന്റെ ഭർത്താവിന്റെ ബിസിനസ്സിൽ ബറക്കത്തില്ല എന്ന് പറയുന്ന സഹോദരിമാരുണ്ട്. ഞാൻ നിങ്ങളോട് പറയാ, റബ്ബിനോട് കരഞ്ഞുകൊണ്ട്, അള്ളാന്റെ ഖജനാവ് കാലിയല്ല, അല്ല എത്ര ചോദിച്ചാലും അല്ല തരും. അതുകൊണ്ട് അള്ളാനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ അവരെന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ജന്നാത്തുൽ ഫിർദൗസിലാണെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളില്ലാത്തവർക്ക് ഒരു ദുആ പറഞ്ഞു തരാം, കേട്ടോ. മക്കളില്ലാത്തവർക്ക് ഒരു ദുആ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു തരാം. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറഞ്ഞല്ലോ, ദുആ ചെയ്യേണ്ടതാ അവർക്കതാ ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കുമെന്ന് പറയുമ്പോ, മക്കളില്ലാത്തവരെ ഉസ്താദേ 5 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ടു മക്കളില്ലാതെ പ്രയാസമാ, പ്രതിസന്ധിയാ, സങ്കടമാ, നൊമ്പരമാ എന്ന് പറയുന്നവരോട് പറയുകയാ, ഏതാണ് ദുആ എന്നറിയോ? മഹാന്മാരെ പറയുകയാ, ഒരിക്കലതാ മൂസ നബിയുടെ ചാരത്തേക്ക് ഒരു പെൺകുട്ടി അതാ കടന്നു വരികയാ. മൂസ നബിയുടെ ചാരത്തേക്ക് ഒരു പെണ്ണതാ കടന്നു വരികയാ. എന്നിട്ടതാ മൂസ നബിയോട് പറയുകയാ, ദുആ ചെയ്യുമോ? അല്ലാഹുവോട് ദുആ ചെയ്യുമോ? നിങ്ങൾ അല്ലാഹുവിനോട് സംസാരിച്ച പ്രവാചകനല്ലേ, എനിക്ക് മക്കളില്ല മൂസ നബിയേ, മക്കളെ ലഭിക്കാൻ ദുആ ചെയ്യുമോ? മൂസ നബി ഉണ്ടല്ലോ പടച്ചവനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. എന്റെ മുമ്പിലേക്ക് കടന്നു വന്ന സാധുവായ സഹോദരിക്ക് മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളെ കൊടുക്കണേ അല്ലാ. മൂസ നബി അതാ പടച്ചവനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹു അതാ പറയുകയാ, ദുആ ചെയ്യേണ്ട തങ്ങളെ, ദുആ ചെയ്യേണ്ട നബിയേ, ദുആക്ക് ഇജാബത്ത് ലഭിക്കൂല. കാരണം എന്തെന്നറിയോ? ആ പെൺകുട്ടിയുണ്ടല്ലോ പ്രസവിക്കാൻ കഴിയൂല.
മൂസ നബി ആ പെൺകുട്ടിയോട് പറയുമ്പോ മൂസ നബിയുടെ ചാരത്ത് നിന്ന് ആ പെൺകുട്ടിയുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് കടന്നു പോകുകയാ. പടച്ചവനെ ആഴ്ചകൾ കഴിയുമ്പോ, പടച്ചവനെ മാസങ്ങൾ കഴിയുമ്പോ, പടച്ചവനെ വർഷങ്ങൾ കഴിയുമ്പോ മൂസ നബിയുടെ ചാരത്തേക്ക് ഈ പെണ്ണുണ്ടല്ലോ കടന്നു വരികയാ. എന്നിട്ടതാ മൂസ നബിയുടെ കൈകളിലേക്ക് ഒരു കുട്ടിയതാ കൊടുക്കുകയാ, ഒരു പൊന്നുമോനെ കൊടുക്കുകയോ. മൂസ നബിയോട് പറയുകയാ, ഇതെന്റെ മോനാ, ഇതെന്റെ പൊന്നുമോനാ. മൂസ നബിയതാ അത്ഭുതപ്പെടുകയാ. പടച്ചവനെ, നീയാണല്ലോ പറഞ്ഞത് ഈ പെണ്ണുണ്ടല്ലോ പ്രസവിക്കൂല, ഈ പെണ്ണിനതാ പ്രസവിക്കാൻ കഴിയൂല. പിന്നെങ്ങനാണ് അല്ലാ ഈ പെണ്ണ് പ്രസവിക്കാനുള്ളോ കാരണമെന്താ? മൂസ നബിയതാ പടച്ചവനോട് ദുആ ചെയ്യുമ്പോ മൂസ നബിയോട് അല്ലാഹുവതാ പറയുകയാ, മൂസ നബിയേ, ആ പെണ്ണുണ്ടല്ലോ എല്ലാ ദിവസം അതാ ഒരു ദുആ ചൊല്ലുന്നതാ. ഏതെന്നറിയോ മൂസ നബി എന്ന പ്രിയമുള്ളവര് ആ പെൺകുട്ടിയോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, ഏതാണ് ദുആ മോളെ, ഏതാണ് ദിക്ർ മോളെ, ഏതാണ് ദുആ മോളെ? മക്കളെ ലഭിക്കാൻ വേണ്ടിയിട്ട് നീ ദുആ ചെയ്ത ദുആ ഉണ്ടല്ലോ, ഏതെന്നറിയോ? മൂസ നബിയോടാ പെണ്ണ് പറയുകയാ, യാ റഹീം, യാ അല്ലാഹ്, യാ റഹീം, യാ അല്ലാഹ്, യാ റഹീം, യാ അല്ലാഹ് എന്ന് പറയുന്ന ദിക്റുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ, കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ, അവനിക്ക് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു മക്കളെ കൊടുക്കുമെന്ന് പറയുമ്പോ, നാദാ ആരെങ്കിലും ഒരാൾ പടച്ചവനിലേക്ക് ദുആ ചെയ്താൽ അൽഹംദുലില്ലാഹ് അവനിക്കാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുമ്പോ, ഒരിക്കലതാ ഹസൻ ബസ്രി തങ്ങളുടെ ചാരത്തേക്ക് ഒരു പാവപ്പെട്ടവൻ എന്റെ പ്രിയമുള്ളവര് കടന്നു വരികയോ, കടന്നു വന്നുകൊണ്ട് പറയുകയോ, വെള്ളമില്ല, കുടിക്കാന് വെള്ളമില്ല, കൃഷി ചെയ്യാന് വെള്ളമില്ല, മാർഗമുണ്ടല്ലോ പറഞ്ഞു തരുമോ? ഹസൻ ബസ്രി തങ്ങളതാ പറയുകയാ, ചൊല്ലിക്കോ അസ്തഗ്ഫിറുല്ലാഹ്. അദ്ദേഹം അതാ തിരിച്ചു പോകുകയാ. രണ്ടാമത് ഒരാളിങ്ങനെ കടന്നു വരികയാ, ഹസൻ ബസ്രി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ പറയുകയാ, തങ്ങളെ കച്ചവടത്തിൽ ലാഭമില്ല, ബിസിനസ്സില് ബറക്കത്തില്ല. ഹസൻ ബസ്രി തങ്ങളതാ പറയുമ്പോ, ഹസൻ ബസ്രി തങ്ങളോടതാ പറയുമ്പോ, പടച്ചവരെ ഹസൻ ബസ്രി തങ്ങളതാ പറയുകയാ, ചൊല്ലിക്കോ അസ്തഗ്ഫിറുല്ലാഹ്. മൂന്നാമതൊരാളിങ്ങനെ കടന്നു വരികയാ. ഹസൻ ബസ്രി തങ്ങളോട് പറയുകയാ, തങ്ങളെ മക്കളില്ല, എനിക്കതോ ദിക്ർ പറഞ്ഞു തരുമോ? ഹസൻ ബസ്രി തങ്ങളതാ പറഞ്ഞു കൊടുക്കുകയാ, ചൊല്ലിക്കോ അസ്തഗ്ഫിറുല്ലാഹ്. മൂന്ന് പേരും അതാ കടന്നു പോകുകയാ. ഹസൻ ബസ്രി തങ്ങള് പടച്ചവനെ ദർസ് കഴിയുമ്പോ, സബക്ക് കഴിയുമ്പോ, ക്ലാസ് കഴിയുമ്പോ, വഅദ് കഴിയുമ്പോ മുതഅല്ലിമീങ്ങള് ശിഷ്യന്മാര് ഹസൻ ബസ്രി തങ്ങളോട് ചോദിക്കുകയാ, തങ്ങളെ അസ്തഗ്ഫിറുല്ലാഹയാണല്ലോ മൂന്ന് പേരോട് പറഞ്ഞു കൊടുത്തത്. ഹസൻ ബസ്രി തങ്ങള് പറയുകയാ, ആരെങ്കിലും ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പടച്ചവനോട് എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവന്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് പറയുമ്പോ, ചെറുപ്പക്കാരാ ആരെങ്കിലും ഒരാൾ പടച്ചവനോട് ഏങ്ങലടിച്ചുകൊണ്ട് ഇഖ്ലാസോടെ ദുആ ചെയ്താൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിലാ, സ്വർഗ്ഗത്തിലാ ഹബീബുനോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങള് എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു, ദുആ ചെയ്യുന്നവര് അവർക്ക് ഇൻഷാ അല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന. അല്ലാഹുവേ സ്വീകരിക്ക റബ്ബേ, കബൂലാക്കണേ റഹ്മാനെ. പിന്നെ ചില ആളുകളൊക്കെ പറയും, ഉസ്താദേ ഞങ്ങള് റമളാനിൽ 30 ദിവസവും
നോമ്പ് പിടിച്ചിട്ട് ഞങ്ങൾ ദുആ ചെയ്തു ഉസ്താദേ, അള്ളാഹു ഞങ്ങളുടെ ദുആ സ്വീകരിക്കണില്ല. എന്താ പറയണേ? ഉസ്താദേ, എനിക്ക് കടങ്ങളുണ്ട് ഉസ്താദേ, ഞങ്ങൾ ദുആ ചെയ്തിട്ടും അള്ളാഹു സ്വീകരിക്കണില്ലെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഞാൻ പറയാ, കോടികൾ കടങ്ങളുള്ളവരുണ്ടാകും അല്ലെ, കോടികൾ കടങ്ങളുള്ളവരുണ്ടാകും. നിങ്ങൾ നിരാശപ്പെടരുത്, അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. ഞാൻ ഈ മംഗലാപുരം ഭാഗത്ത് ഒരു സ്ഥലത്ത് വയലിന് പോയി. വയലിന് പോകുമ്പോൾ ഒരു വീട്ടിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ 4 പേര് എന്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കണുണ്ട്. അല്ലാഹുവേ, 3 പേരുടെ മുഖം ഭയങ്കര ഒരു ഗൗരവത്തോടെ ഇരിക്കുക, വല്ലാതെ സങ്കടത്തോടെ ഇരിക്കുക. ഒരാൾ ഇങ്ങനെ ഭയങ്കര പുഞ്ചിരിച്ചു കൊണ്ടായിരിക്കണം. ഒരാളുടെ മുഖം ഭയങ്കര പുഞ്ചിരിച്ചു കൊണ്ടായിരിക്കണം. എന്നെ കണ്ട അപ്പം പുഞ്ചിരിക്കും, പുറത്ത് വെച്ച് കണ്ട അപ്പം പുഞ്ചിരിക്കും, ഫുള്ള് ചിരി. ഞാൻ ഓർത്ത് പഠിച്ചവനെ ഇനി എന്നെ അങ്ങനെ ആക്കി ചിരിക്കുകയാണെന്ന് എനിക്കൊരു സംശയം. അങ്ങനെ ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, നീ എന്താടാ ചിരിക്കുന്നേ? നിനക്ക് എന്തെങ്കിലും സങ്കടങ്ങളുണ്ടോ? നിനക്ക് എന്തെങ്കിലും യാതനകളുണ്ടോ? അതിനു മുമ്പ് ഞാൻ ഈ ബാക്കിയുള്ള 3 പേരോട് ചോദിച്ചു, നിങ്ങളെന്നിങ്ങനെ വല്ലാതെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കണേ? ആ സമയത്ത് ആ 3 പേര് പറഞ്ഞു, ഉസ്താദെ, ഞങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, അതിൽ ലാഭമില്ല ഉസ്താദെ, ഞങ്ങൾക്ക് ചെറിയ ചെറിയ കടങ്ങളൊക്കെ ഉണ്ട് ഉസ്താദെ, അതിങ്ങനെ മനസ്സിൽ കിടന്ന് അലട്ടിയിട്ടാ ഉസ്താദെ, ഞങ്ങൾക്ക് വല്ലാത്തൊരു പ്രയാസം, പ്രതിസന്ധി. അല്ലാഹുവേ, ഞാൻ ഈ 4-മത്തവനോട് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ എപ്പോഴും പുഞ്ചിരിച്ച് ഇങ്ങനെ ഇരിക്കണേ? ഇനി എൻ്റെ മുഖം വല്ലതും കണ്ടിട്ട് ചിരിക്കണതാണോ? എന്താ ഇങ്ങനെ ചിരിക്കണമെന്ന് ചോദിച്ചു. ഓൻ പറയും, ഉസ്താദെ, ഒന്നുമില്ല ഉസ്താദെ. ഞാൻ ചോദിച്ചു, എടാ, ഈ 3 പേർക്കും കടങ്ങളുണ്ടെന്ന് പറഞ്ഞു, അവർ പ്രതിസന്ധിയില്ല, നിനക്ക് എന്തെങ്കിലും കടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉസ്താദെ, എനിക്ക് 3.5 കോടി രൂപ കടമുണ്ട് ഉസ്താദെ. എന്താ പറഞ്ഞേ? എനിക്ക് 3.5 കോടി രൂപ കടമുണ്ട് ഉസ്താദെ. ഞാൻ ചോദിച്ചു, എടാ, ലക്ഷങ്ങൾ കടമുള്ള ഈ 3 സാധുക്കള് പേടിച്ച് വിറങ്കലിച്ചിരിക്കുമ്പോ 3.5 കോടി രൂപ ഉള്ള നീ എന്താടാ, കടമുള്ള നീ എന്തെങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കണേ? ഓൻ പറഞ്ഞൊരു വാക്യുണ്ട്, എന്റെ റബ്ബന്റെ കൂടെ ഉണ്ട് ഉസ്താദെ. എന്താ പറഞ്ഞേ? എന്റെ റബ്ബന്റെ കൂടെ ഉണ്ട് ഉസ്താദെ. അതാ തഖ്വ, അതാ ഇഖ്ലാസ്. അതുകൊണ്ട് പറയാ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ, അവർ എന്റെ പ്രിയപ്പെട്ടവരെ ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പിന്നെ ഞാൻ പറഞ്ഞു, ചില ആളുകളൊക്കെ പറയുന്ന ഒരു പരാതി, ഉസ്താദെ, ഞങ്ങൾ ദുആ ചെയ്തിട്ട് അള്ളാഹു സ്വീകരിക്കണില്ല അല്ലെ? ഇപ്പോ നിങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ പള്ളിയിൽ പോകും, പള്ളിയിൽ പോയിട്ട് അവിടുത്തെ ഖത്തീബ് ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ആമീൻ പറയും. നിങ്ങൾ പറയും, ഉസ്താദേ, ഞങ്ങളുടെ ദുആക്കൊന്നും ഇജാബത്തില്ല ഉസ്താദേ. റമളാനിൽ പോലും ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ട് അല്ലാഹുവേ, ഞങ്ങളുടെ ദുആക്ക് ഇജാബത്തില്ലെന്ന് പറയുന്ന സാധുക്കളുണ്ട്. ഞാൻ നിങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ടവരെ പറയാ, ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടരുത്, ഒരിക്കലും നിങ്ങൾ കരയരുത്. 3 നിബന്ധനകൾ ആരാണോ പാലിക്കുന്നത് അവന്റെ ദുആക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ഇജാബത്ത് നൽകുന്ന 3 നിബന്ധനകൾ ദുആ ചെയ്യുമ്പോൾ ആരാണോ പാലിക്കുന്നത് അവന്റെ ദുആക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ എന്ത് നൽകുമെന്ന? ഇജാബത്ത് നൽകുമെന്ന. 1 കേട്ടോ, ദുആ ചെയ്യുമ്പോ ഈ 3 നിബന്ധനകൾ ആരാണോ ശ്രദ്ധിക്കുന്നത് അവന്റെ ദുആ മാത്രമേ അല്ലാഹു സ്വീകരിക്കൂ. ഞാൻ ഇവിടെ വഅലിന് ശേഷം ദുആ ചെയ്താൽ, ഇവിടെ സയ്യിദന്മാര് വന്ന് ദുആ ചെയ്താൽ, നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദന്മാര് ദുആ ചെയ്താൽ, ഇവിടുത്തെ ഓരോ പാവപ്പെട്ട സഹോദര സഹോദരിമാര് വീടിനകത്തിരുന്നു കൊണ്ട് ദുആ ചെയ്താൽ, ഈ 3 നിബന്ധനകൾ ആരാണോ പാലിക്കുന്നത് അവരുടെ ദുആ മാത്രമേ അല്ലാഹു പടച്ച തമ്പുരാൻ സ്വീകരിക്കൂ. അപ്പോ ആ 3 നിബന്ധനകൾ പഠിക്കല്ലേ, വെറുതെ ദുആ ചെയ്താലും പോരാ. ഈ 3 നിബന്ധനകൾ എന്ത് ചെയ്യണം? നമുക്ക് പഠിക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. തണുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തണുക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ സംസാരിക്കുമ്പോൾ ഇതിലും ഇങ്ങനെ പുകയൊക്കെ പോകണ്ട, മഞ്ഞായിരിക്കും അല്ലേ? ചില ആളുകളൊക്കെ വിചാരിക്കും ഉസ്താദ് വല്ല വലിച്ചിട്ടാണോ നിൽക്കണേന്ന്. ഉസ്താദ് വലിച്ചിട്ടാണോ നിൽക്കണേന്ന്. കാരണം എന്തെങ്കിലും ഉസ്താദ് സംസാരിക്കുമ്പോൾ ഇതിലും വഴി ഇങ്ങനെ പുക പോകണ്ടല്ലോ ഉസ്താദെ. അപ്പോൾ വയതിന് മുമ്പെങ്ങാനും കീച്ചിട്ടാണോ ഉസ്താദെ കയറുന്നത് ചിലപ്പോൾ ചിന്തിക്കണ ചെറുപ്പക്കാരുണ്ടാകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. ദുആ ചെയ്യുമ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, മഹാന്മാരാകുന്ന പണ്ഡിതന്മാരതാ പറയുകയാ, ദുആ സ്വീകരിക്കണോ, ദുആക്ക് ഇജാബത്ത് വേണോ? എത്രയോ പേര് കരഞ്ഞുകൊണ്ട് പറയുന്നതാ, ഉസ്താദേ, ദുആ ചെയ്ത് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തല്ലോ, മഖാമുകളിൽ പോയി ദുആ ചെയ്തല്ലോ, ഉസ്താദന്മാരുടെ ചാരത്ത് പോയി ദുആ ചെയ്തല്ലോ, കരഞ്ഞുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ദുആ ചെയ്തല്ലോ, ദുആക്ക് ഇജാബത്തില്ല, പ്രതിഫലമില്ല, ഉത്തരമില്ല എന്ന് പറയുന്നവരോട് പറയുകയാ, 3 നിബന്ധനകള്, 3 ഷർത്തുകള് ആരെങ്കിലും ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ
അൽഹംദുലില്ലാഹ് അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാ. ഒന്നാമത്തേതാ, ആരെങ്കിലും ഒരാൾ ഹംദ് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ പടച്ചവനെ പുകഴ്ത്തി കഴിഞ്ഞാൽ, ഹംദ് പറഞ്ഞു കഴിഞ്ഞാൽ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ദുആ കൊണ്ടല്ലോ അല്ലാഹു പടച്ച തമ്പുരാൻ ഇജാബത്ത് തരുന്നതാ, സ്വീകരിക്കുന്നതാ. ആരെങ്കിലും ഒരാൾ ദുആ തുടങ്ങുമ്പോ ഹംദ് പറഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് ദുആ തുടങ്ങിയാൽ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന്. അല്ലേ? ഇപ്പൊ നമ്മുടെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ്, ദാരിമി ഉസ്താദ്, അല്ലെങ്കിൽ മറ്റു ഉസ്താദന്മാരൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ദുആ ചെയ്യും. ദുആ ചെയ്യുമ്പോൾ ഹംദ് തുടക്കത്തിൽ പറയണം. എങ്ങനെ ഹംദ് പറയേണ്ടത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ വഹംദൻ ബിഖദ്രി കമാലിക വഅളമതി ذاتക ദായിമ ബിദവാമി മുൽകിക യാ അല്ലാഹ് എന്നിങ്ങനെ ഓരോ ഹംദുണ്ട്. ഇനി നിങ്ങൾക്ക് മുഴുവനായിട്ട് അറിയത്തില്ല, ഹംദ് അറിയുന്ന രീതിയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ തുടങ്ങുന്നവരാരാ അവരുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകും. അപ്പൊ ഈ ചില ചെറുപ്പക്കാരുണ്ട്, എന്തെന്നറിയോ, ഈ നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യണമെന്നറിയാം, എന്തോ ഇങ്ങനെ ചുമ്മാ കൈ നീട്ടിയിട്ട് പടച്ചോര് അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ ചില ചെറുപ്പക്കാർ കൈ നീട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാ, ദുആ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ഹംദ് പറയണം. രണ്ട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുകയാ, ദുആക്ക് ഇജാബത്ത് വേണോ, ദുആ സ്വീകരിക്കണോ, അതിനുള്ള രണ്ടാമത്തെ മാർഗമുണ്ടല്ലോ. ഏതെന്നറിയോ? ആരെങ്കിലും ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ, ആരെങ്കിലും ഒരാൾ റസൂലുള്ളാഹിയുടെ പേരില് ഇഖ്ലാസോടെ അദബോടെ തഖ്വയോടെ ദുആ ചെയ്തു കഴിഞ്ഞാൽ, സ്വലാത്ത് ചൊല്ലി കഴിഞ്ഞാൽ, അൽഹംദുലില്ലാഹ് അവരുടെ ദുആ കൊണ്ടല്ലോ അല്ലാഹു പടച്ച തമ്പുരാൻ ഇജാബത്ത് തരുന്നതാ, സ്വീകരിക്കുന്നതാ, കബൂലാക്കുന്നതാ. രണ്ട്, ആരെങ്കിലും ഒരാൾ എന്റെ പ്രിയപ്പെട്ടവരെ നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ഇജാബത്ത് നൽകുന്നു. എങ്ങനെ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞ രീതിയിൽ, നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്നവരാരാ അവരുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകുമെന്നാണ്. മൂന്ന്, ഞാനും നിങ്ങളും ശ്രദ്ധിക്കാതെ പോണ കാര്യം. മൂന്ന്, നിന്റെ മാതാപിതാക്കള്, നിന്റെ ഉസ്താദന്മാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാരാ അവന്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുമ്പോ, അല്ലാഹുവേ ആ ദുആ ചെയ്യുന്നവരാരാ, അല്ലാഹുവിലേക്ക് പ്രതീക്ഷ വെക്കുന്നവരാരാ അവരെന്റെ പ്രിയപ്പെട്ടവരെ ജന്നാത്തുൽ ഫിർദൗസിലാണെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന്, നന്മകൾ ചെയ്യുന്നവര് അവരെന്റെ പ്രിയപ്പെട്ടവരെ ജന്നാത്തുൽ ഫിർദൗസില. രണ്ട്, പ്രതീക്ഷയോടെ അല്ലാഹു തരുമെന്ന പ്രതീക്ഷയോടെ ദുആ ചെയ്യുന്നവരാരാ അവർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു പടച്ചു തമ്പുരാൻ ജന്നാത്തുൽ ഫിർദൗസ് നൽകുമെന്ന. മൂന്ന്, കേട്ടോ? മൂന്ന്, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ. മൂന്നാമത്തേതാ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, ജന്നാത്തുൽ ഫിർദൗസ് വേണോ, സ്വർഗ്ഗം വേണോ, നരകത്തിൽ നിന്ന് കാവൽ വേണോ സഹാബാ? ആദരവാകുന്ന പ്രവാചകനതാ പറയുമ്പോ സഹാബത്തതാ പറയുകയാ, വേണം നബിയേ, വേണം നബിയേ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, വകാനൂ ലനാ ഖാശിഈൻ, പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാരാ? അല്ല എന്ന് പറയുമ്പോ, അല്ല എന്ന് പറയുമ്പോ, അല്ല എന്ന് കേൾക്കുമ്പോ ആരെങ്കിലും ഒരാൾ പേടിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ, പടച്ചവനെ കച്ചവടങ്ങൾ നടത്തുമ്പോ, പടച്ചവനെ ബിസിനസ് നടത്തുമ്പോ, പടച്ചവനെ പള്ളി പരിപാലിക്കുമ്പോ, പടച്ചവനെ സ്വതക്ക കൊടുക്കുമ്പോ, പടച്ചവനെ നിസ്കരിക്കുമ്പോ റസൂലുള്ള പറയുകയാ, ആരെങ്കിലും ഒരാൾ പടച്ചവനെ പേടിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ ഭയന്ന് കഴിഞ്ഞാൽ, വകാനൂ ലനാ ഖാശിഈൻ, പടച്ചവനെ പേടിക്കുന്നവരാരാ? അല്ലാഹുവിനെ
അള്ളാനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാരോ അവർക്കാണ് സ്വർഗമെന്ന് പറയുമ്പോ നാദാ കബൂലാക്കണേ അല്ലോ, സ്വീകരിക്കണേ അല്ലോ. പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം അതാ കടന്നു വന്നല്ലോ. ഞാനും നിങ്ങളും അതാ ദുആ ചെയ്തല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. പടച്ചവനേ, റജബിലും ശഅബാനിലും ഉണ്ടല്ലോ ബറക്കത്ത് തരണേ അല്ലോ. അതികടന്ന് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തല്ലോ. വബല്ലിഅനാ റമളാൻ. ഒരുപാട് പ്രതിഫലങ്ങളുള്ളോ, ഒരുപാട് ആനന്ദമുള്ളോ, ഒരുപാട് ആഹ്ലാദമുള്ളോ, ഒരുപാട് സന്തോഷമുള്ളോ റമളാനുണ്ടല്ലോ. കടത്തണേ അല്ലാ, ആഗതമാക്കണേ അല്ലോ. അത് കഴിഞ്ഞ് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തല്ലോ. അല്ലാഹുമ്മോ വഫിഖിനാ, ഞങ്ങൾക്ക് നീ സൗഭാഗ്യം തരണേ അല്ലോ, ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലോ. ഫീഹി ലിസിയാമി, നോമ്പ് നോറ്റാൻ, വൽ ഖിയാമി, നമസ്കരിക്കാൻ, വതിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ സൗഭാഗ്യം തരണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തവരോട് പറയുകയാ, മോനെ, അല്ലാഹനെ പേടിച്ചുകൊണ്ട് നമസ്കരിക്കേണ്ടവരാ, അല്ലാഹനെ പേടിച്ചുകൊണ്ട് നോമ്പെടുക്കേണ്ടവരാ, അല്ലാഹന്റെ പ്രീതി ലഭിക്കാൻ ഖുർആൻ ഓതേണ്ടവരാ, അല്ലാഹന്റെ കരുണ ലഭിക്കാൻ സദഖ കൊടുക്കേണ്ടവരാ, അല്ലാഹന്റെ കരുണ ലഭിക്കാൻ വഅദ് നടത്തേണ്ടവരാ, അല്ലാഹന്റെ പ്രീതി ലഭിക്കാൻ വഅദ് പറയേണ്ടവരാ. എന്നാൽ ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ പറയുകയോ, അവർക്കാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുമ്പോ പടച്ചവരെ, ചില ആളുകളുണ്ടല്ലോ പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്നവരാ, പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാഹ്. പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ട് നമസ്കരിക്കുന്നു. എന്റെ പ്രിയമുള്ളോ ചെറുപ്പക്കാരാ, വീട്ടിലുണ്ടല്ലോ നമസ്കരിക്കുന്ന പെങ്ങളെ, ആദരവാകുന്ന റസൂലുള്ളാഹി പറയുകയോ, ആയിരക്കണക്കാണ് സഹാബത്തിനോട് പറയുകയോ, സഹാബത്തുണ്ടല്ലോ റസൂലുള്ളാഹിയുടെ ക്ലാസ് കേൾക്കാൻ കടന്നു വരുമ്പോ, റസൂലുള്ളാഹിയുടെ വഅദ് കേൾക്കാൻ കടന്നു വരുമ്പോ റസൂലുള്ളാഹി അതോ ഗൗരവത്തോടു കൂടി പറയുകയോ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമോ, നമസ്കരിക്കുന്നവർക്ക് തീജ്വാലയുള്ള നരകമോ, നമസ്കരിക്കുന്നവർക്ക് കത്തിജ്വലിക്കുന്ന നരകമാണെന്ന് പറയുമ്പോ പടച്ചവരെ, സഹാബത്തെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമുണ്ടല്ലോ, എന്തിനാണ് നബിയേ, എന്തിനാണ് റസൂലേ? ആദരവാകുന്ന പ്രവാചകനതാ ചോദിക്കുമ്പോ, ആദരവാകുന്ന പ്രവാചകനോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറയുകയാ, സഹാബാ, നമസ്കരിക്കുമ്പോ, സുജൂദ് ചെയ്യുമ്പോ, ഇബാദത്ത് ചെയ്യുമ്പോ പടച്ചവനെ പേടിയില്ലാതെ നമസ്കരിക്കുന്നവരാ. ഉസ്താദേ, നാട്ടുകാര് കാണട്ടെ, ഭാര്യ കാണട്ടെ, ഭർത്താവ് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നവര് വേണ്ടടാ. അല്ലാഹ്ക്ക് നിന്റെ നമസ്കാരം വേണ്ട, അല്ലാഹ്ക്ക് നിന്റെ ഇബാദത്ത് വേണ്ട, അല്ലാഹ്ക്ക് നിന്റെ സ്വതക്ക വേണ്ട, അല്ലാഹ്ക്ക് നിന്റെ ഹജ്ജ് വേണ്ട, അല്ലാഹ്ക്ക് നിന്റെ ഉംറ വേണ്ട, അല്ലാഹ്ക്ക് നിന്റെ നോമ്പ് വേണ്ട, അല്ലാഹ്ക്ക് നിന്റെ സ്ഥാപനങ്ങൾ വേണ്ട, അല്ലാഹ്ക്ക് നിന്റെ വഅദ് വേണ്ട. അതുകൊണ്ട് പറയുകയാ, മോനെ, അല്ലാഹനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാരാ, അൽഹംദുലില്ലാഹ്, അവർക്കാണ് ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്ന മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുമ്പോ നാദാ സൗഭാഗ്യം തരണേ അല്ലാഹ്.